ഹായ് നമസ്കാരം. കിളിക്കൂട് വ്ളോഗിൻ്റെ അടുത്തൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. എന്താണെന്നറിയോ, ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്, നല്ല കുഞ്ഞ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുളകിട്ട് വെക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ല ഉള്ളത്, ഞാൻ തന്നെയാണ് പാചകം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളതാട്ടോ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മീൻ കറി വയ്ക്കാനൊക്കെ അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്ന ആ ഒരു സ്റ്റൈലാട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്ന കേട്ടോ അടിപൊളി. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. മീൻകറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത്ര സാധനങ്ങളാട്ടോ വേണ്ടത്. ഞാൻ തയ്യാറാക്കുന്ന സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായിട്ടൊക്കെ വെക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരു 2-3 പച്ചമുളക്, ഉണ്ട പച്ചമുളക് കേട്ടോ കീറിയത്. അതേപോലെ തന്നെ ഉള്ളി അല്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, ഒരു സവോള. പിന്നെ കറിവേപ്പില, ഒരു വലിയ തക്കാളി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചതച്ചിട്ടാലും മതി കേട്ടോ, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ്, അപ്പോൾ കുറച്ചൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. കൊടംപുളി ഇല്ലാതെ എന്ത് മത്തിക്കറി അല്ലേ. കൊടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കണം ഇതിൽ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ഇടുന്നില്ല. ഞാൻ സവോള നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് സവോളയും പച്ചമുളകും വഴറ്റുക കേട്ടോ. അപ്പോൾ സവോളയും പച്ചമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള വേഗം വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ചാള വറക്കുന്നതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, സവോള, ഇഞ്ചി ഇതൊക്കെ മൂത്തിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഏകദേശം സവാള മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഇട്ട് നമുക്ക് തക്കാളി കൂടി ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഞാൻ നോക്കിയ വേർത്ത് നാശമായി, നല്ല ചൂട്, ഒരു രക്ഷയില്ല കേട്ടോ. ഇനി നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ ഒരു പച്ച ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറണം കേട്ടോ. പൊടികളുടെയും പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ ആ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട് പൊടികളുടെയൊക്കെ. അപ്പം ഈ സമയത്താണ് നമ്മൾ പുളി ഉണ്ടല്ലോ, വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന കുടംപുളി, അത് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക്
കുടംപുളി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മത്തിക്കുട്ടനെ ഇട്ട് കൊടുക്കണം കേട്ടോ. കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മത്തിക്കുട്ടനെ നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അധികം ഇളക്കരുത്, കാരണം മത്തി ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഇനി അധികം ഇളക്കണ്ട കേട്ടോ. കണ്ടോ, നല്ല കൊഴുപ്പായിട്ടുള്ള നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു വേപ്പില കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നല്ല കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം തന്നെ. മത്തി മുളകിട്ടതൊക്കെ ഇഷ്ടമല്ലാത്തവരാരുള്ളത് അല്ലേ. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് മതി. നമ്മുടെ മത്തി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തി ഫ്രൈ ചെയ്തതും മത്തി മുളകിട്ട് വറ്റിച്ചതും. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പം അങ്ങനെ നമ്മുടെ കിളിക്കൂട്ടിലത്തെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇതാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലുകൾ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. റെസിപ്പിയൊക്കെ ഒന്ന് അയച്ചു തന്നോളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ, ചോറിനാൻ നോക്കട്ടെ. നല്ല മത്തി മുളകിട്ടതും മത്തി വറുത്തതും. ഓക്കേ.